നമുക്കെല്ലാവർക്കും വളരെ പ്രിയങ്കരനായിട്ടുള്ള ഏറെ ബഹുമാന്യമായിട്ടുള്ള യാക്കോബായ സുറിയാനി സഭയുടെ ഇപ്പോഴത്തെ ഉത്തരവാദിത്തം നിയുക്ത കാതോലിക്ക ഭാവനിലയിൽ നിർവഹിക്കുന്ന ജോസഫ് മർഗ്രിഗോറിയോസ് തിരുമേനി, ഇവിടെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വന്യ തിരുമേനിമാരെ, വളരെ ബഹുമാന്യരായിട്ടുള്ള സഹോദര വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, നല്ലവരായിട്ടുള്ള നാട്ടുകാരെ, ഒരുപാട് ഇഷ്ടത്തോടും വലിയ വാത്സല്യത്തോടും കൂടിയിട്ടാണ് ഞാൻ ഈ പ്രൗഢഗംഭീരമായ സദസ്സിലെ 35ാമത് അഖില മലങ്കര സുവിശേഷ മഹായോഗം ആരംഭിക്കുന്നതിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിന് സന്നിഹിതനാകുന്നത്. അപ്പസ്തോലന്മാരുടെ ഗണത്തിലെ യാക്കോബും യോഹന്നാനും സഹോദരങ്ങളാണ്. പത്രോസും അന്ത്രയോസും സഹോദരങ്ങളാണ്. ഇതുപോലെ മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യം പേറുന്ന സഭകളിലെ സിറോ മലബാർ സഭയും യാക്കോബായ സഭയും സഹോദരങ്ങളാണെന്ന് പറയുന്നതിൽ എനിക്കേറെ ആനന്ദവും അഭിമാനവുമുണ്ട്. യാക്കോബായ സഭയുടെ വഴികളിലെ എന്നും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ ഞാൻ പലപ്പോഴും നോക്കിക്കാണുന്നത് വിശ്വാസത്തിൽ വ്യത്യാസം വരാതെ ജീവിക്കാനുള്ള നിങ്ങളുടെ നിർബന്ധ ബുദ്ധിയുടെ ബാക്കി പത്രമാണ്. പത്രോസിനെ മാറ്റി നിർത്തിക്കൊണ്ട് അപ്പസ്തോലന്മാർക്ക് പ്രത്യേക ദൗത്യമില്ലെന്നുള്ള കർത്താവിൻ്റെ നിയോഗമാണ്. പത്രോസിൻ്റെ കഴിവ് കൊണ്ടോ പത്രോസിൻ്റെ ബുദ്ധി കൊണ്ടോ ഒന്നുമല്ല. അത് കർത്താവിൻ്റെ ചിട്ടപ്പെടുത്തലിലെ കർത്താവിൻ്റെ നിയോഗമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിങ്ങൾ വായിക്കുന്നുണ്ട്, പത്രോസിനോട് 3 പ്രാവശ്യം കർത്താവ് മാറി മാറി ചോദിക്കുന്നുണ്ട്, ഇവരെക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉവ്വ് കർത്താവേ, പത്രോസ് ആണയിട്ട് പറഞ്ഞു. ബൈബിൾ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായത്തിൽ 3-ാമത്തെ പ്രാവശ്യം പത്രോസ് മറുപടി പറഞ്ഞപ്പോൾ വിതുമ്പി കരഞ്ഞുകൊണ്ട് പറഞ്ഞെന്നാണ് പറയുന്നത്, നീ എല്ലാം അറിയുന്നുണ്ടല്ലോ, ഞാൻ ആരാണെന്നും എൻ്റെ കുറവെന്താണെന്നും എൻ്റെ കഴിവെന്താണെന്നെല്ലാം നിനക്കറിയാം, നീ എല്ലാം അറിയുന്നുണ്ടല്ലോ. പത്രോസ് പറഞ്ഞു, സ്വർഗത്തിൻ്റെ ഭൂമിയുടെ താക്കോലുകളെ ഞാൻ നിനക്ക് നൽകുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെടും. പത്രോസിൻ്റെ നിയോഗം ഒരു അധികാരത്തിൻ്റെ പ്രകടനമെന്നതിനേക്കാൾ ശുശ്രൂഷയുടെ ഒരു പ്രത്യക്ഷമായ അടയാളമാണ്. അതുകൊണ്ട് തന്നെ റോമായിലെ മാർപ്പാപ്പയും അന്ത്യോക്യയിലെ പാത്രിയാർക്കീസ് ബാവായും ഒക്കെ സഭകളുടെ മേലെ നിർവഹിക്കുന്ന ഭരണപരമായിട്ടുള്ള നേതൃ ശുശ്രൂഷകൾ ഒരു മേൽക്കോയ്മയുടെ അടയാളമായിട്ടല്ല സഭകൾ കാണേണ്ടത്. അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ദുർവ്യാഖ്യാനങ്ങളാണ്. അതെല്ലാം ശുശ്രൂഷയുടെ വലിയ അടയാളങ്ങളായിട്ടാണ്. സ്നേഹമുള്ളവരെയും
യാക്കോബായ സുറിയാനി സഭ കടന്നു പോകുന്ന പ്രതിസന്ധികൾ, സിറോ മലബാർ സഭയും പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. ഈ പ്രതിസന്ധികളൊക്കെ നമുക്ക് നൽകേണ്ട ഒരു വലിയ ഉറപ്പുണ്ട്. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നമ്മുടെ വഴികളിലെ വെളിച്ചമായും കരുതലായും കരുത്തായും കൂടെയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയണം. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, മർത്ത കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ. മറിയം അതിനടിവരയിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇത് സംഭവിക്കുകയില്ലായിരുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കുകയില്ലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ ശ്ലൈഹിക അധികാരത്തോടും ശുശ്രൂഷയുടെ മേൽക്കോയ്മയോടും മേൽസ്ഥാനത്തോടൊക്കെ നമ്മൾ കാണിക്കുന്ന ഒരിഷ്ടം, നമ്മൾ കാണിക്കുന്ന ഒരു വിധേയത്വം, അത് നമ്മുടെ സ്വത്തും വകകളുമൊക്കെ അവർ കവർന്നെടുക്കാൻ വന്നതിൻ്റെ പേരിലല്ല. അത് കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ നിർബന്ധമായിട്ടുള്ള ഒരു നിലപാടിൻ്റെ തുടർച്ചയാണെന്നുള്ള തിരിച്ചറിവ്. അതാണ് വിശ്വാസം നമുക്ക് നൽകുന്ന ഉറപ്പ്. യാക്കോബായ സഭയുടെ ഈ ഉറപ്പിന് വേണ്ടിയുള്ള തീർത്ഥാടനത്തിൻ്റെ വലിയ പ്രതിസന്ധികളുടെ നടുവിലെ കോടതികളെ എതിര് വിധിച്ചാൽ പോലും ഞാൻ പറയും, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. പള്ളികൾ നിങ്ങളുടെ പോയാലും കർത്താവ് പത്രോസിലൂടെ നമുക്ക് നൽകിയ സഭയുടെ ആധികാരികമായിട്ടുള്ള സ്വത്തും അസ്തിത്വവും നിങ്ങളിൽ നിന്ന് കവർന്നെടുക്കാൻ ആർക്കും കഴിയില്ല. ആ ഒരു തിരിച്ചറിവ് നമ്മളെ ബലപ്പെടുത്തുമെന്ന് എനിക്കുറപ്പുണ്ട്. ഈ സുവിശേഷ മഹായോഗം ആരംഭിക്കുന്ന വേളയിൽ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു ചിന്ത, ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന 3 വലിയ ശക്തികളുണ്ട്. ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ശക്തി, അത് ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. ദൈവവചനം എവിടെയാണോ ഉള്ളത് അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചത് വാക്കുകൾ കൊണ്ടാണ്. പ്രകാശമുണ്ടാകട്ടെ, സസ്യജാലങ്ങളുണ്ടാകട്ടെ, മൃഗങ്ങളുണ്ടാകട്ടെ. ഏറ്റവും ഒടുവിൽ അവിടുന്ന് മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തിൻ്റെ വലിയ ശക്തി അത് ഈ സുവിശേഷ മഹായോഗത്തിൽ അനുഭവിക്കാനായിട്ട് ദൈവം നമുക്ക് ഇടവരുത്തട്ടെ. നമ്മുടെ ആരാധനക്രമത്തിൽ, പൗരസ്ത്യ ആരാധനക്രമത്തിൽ, പാശ്ചാത്യ സുറിയാനിയിൽ നിങ്ങളും പൗരസ്ത്യ സുറിയാനിയിൽ ഞങ്ങളും ആചരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, സുവിശേഷ വായനയ്ക്ക് മധുബഹായിൽ നിന്ന്, അൾത്താരയിൽ നിന്ന് സുവിശേഷ ഗ്രന്ഥം കാർമികൻ വൈദികൻ കൊണ്ടുവരുന്നത് ദീപവും ധൂപവും കൊണ്ടാണ്. ദീപധൂപങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് വചനം അൾത്താരയിൽ നിന്ന്, മധുബഹായിൽ നിന്ന് ജനങ്ങൾക്ക് വായിക്കാനായിട്ട് എടുക്കുന്നത്. ഈ ദീപവും ധൂപവും സഭാപിതാക്കന്മാരുടെ ഖണ്ഡിതമായിട്ടുള്ള അഭിപ്രായത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ 2 പ്രതീകങ്ങളാണ്, വെളിച്ചവും ധൂപവും.
വെളിച്ചം പ്രകാശവും ധൂപം വിശുദ്ധിയും നൽകുന്നതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എവിടെയാണോ ആഘോഷിക്കപ്പെടുന്നത് അവിടെ ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവവചനം നമുക്ക് നൽകുന്ന രണ്ടാമത്തെ വലിയ കൃപ ദൈവത്തിൻ്റെ സൗഖ്യം നൽകുന്നതാണ്. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ സൗഖ്യമാണ്. മറിയം കാനായിലെ കല്യാണ വിരുന്നിലെ വീഞ്ഞു തീർന്നുപോയ ഒരു കുടുംബത്തിൻ്റെ കണ്ണുനീരണിഞ്ഞ ഒരു സങ്കട മുഹൂർത്തത്തിലെ മറിയം യേശുവിനോട് പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് വീഞ്ഞ് തീർന്നുപോയി, നീ അതിൽ ഇടപെടണം. ഈശോ അമ്മയോട് ചോദിച്ചൊരു ചോദ്യം യോഹന്നാൻ പറയുന്നുണ്ട്, അമ്മ എനിക്കും നിനക്ക് എന്താണ്? ഇറ്റ്സ് എ തേർഡ് പാർട്ടി. നമുക്കിവിടെ എന്താ കാര്യം ഇരിക്കുന്നത്? അമ്മ പറഞ്ഞു അതങ്ങനെയല്ല, അവരുടെ ദുഃഖം എൻ്റെ ദുഃഖമാണ്, അവരുടെ സംഘർഷം എൻ്റെ സംഘർഷമാണ്, നീ ഇടപെടണം. സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. മറിയം പരിചാരകരോട് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. നിങ്ങൾ ആ ഭരണികൾ വക്കുവോളം നിറയ്ക്കുക, നിങ്ങൾ ആ ഭരണികൾ വക്കുവോളം നിറയ്ക്കുക. പച്ചവെള്ളം കോരി കൽഭരണികൾ നിറച്ചു. സഭാപിതാക്കന്മാർ അതിന് നൽകുന്ന വ്യാഖ്യാനമുണ്ട്. ആ കൽഭരണികൾ നിറയ്ക്കപ്പെട്ടത് ആ കുടുംബത്തിൻ്റെ കണ്ണുനീരാണ്. ആ കുടുംബത്തിൻ്റെ കണ്ണുനീര് നിറച്ച ആ ഭരണി യേശു വന്ന് പ്രാർത്ഥിച്ചിട്ട് അമ്മ പറഞ്ഞു, ഇനി അത് വിരുന്നുകാർക്ക് കൊടുക്കുവിൻ. വിരുന്നുകാരെ കൊടുക്കുന്നതിന് മുൻപ് കലവറപ്രമാണി ഇത് രുചിച്ചു നോക്കി. എന്നിട്ട് അവൻ പറഞ്ഞു, ഇത് നേരത്തെ വിളമ്പിയ വീഞ്ഞിനേക്കാൾ മേൽത്തരമാണല്ലോ, ഇത് നേരത്തെ വിളമ്പിയ വീഞ്ഞിനേക്കാൾ മേൽത്തരമാണല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മേൽത്തരം വീഞ്ഞിൻ്റെ ഇടപെടലാണ് നമ്മുടെ ഈ സുവിശേഷ മഹായോഗം. ഇവിടെ വന്നുകൂടിയിരിക്കുന്ന മനുഷ്യൻ്റെ ദുഃഖങ്ങളും ആകുലതകളും സങ്കടങ്ങളും സംഘർഷങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും മുറിവുകളും ഒക്കെ ഈ സുവിശേഷ കൺവെൻഷനിൽ ഞാനും നിങ്ങളും കൽഭരണികൾ നിറയ്ക്കുന്ന ദാസന്മാരെ പോലെ നിറയ്ക്കുകയാണ്. അത് കർത്താവിൻ്റെ ഇടപെടൽ വഴി മധുരമുള്ള വീഞ്ഞാക്കി മാറ്റുന്നത്. ഈ മേൽത്തരം വീഞ്ഞ് എവിടെ നിങ്ങൾ ഒളിച്ചു വെച്ചു? ഇതല്ലേ ആദ്യം വിളമ്പേണ്ടത്. വിരുന്നുകാർ ലഹരി പിടിക്കുമ്പോൾ നല്ലതും മോശവും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അവിടെ ബുദ്ധി ഭ്രമിക്കുമ്പോഴല്ലേ നിങ്ങൾ മോശം വിളമ്പേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല തരം വീഞ്ഞ് ഏറ്റവും ഒടുവിലാണല്ലോ വിളമ്പുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുണ്ട്, ഈ 4 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ഈ സുവിശേഷ കൺവെൻഷൻ നിങ്ങളുടെ കണ്ണുനീര് കോരിയെടുക്കാനുള്ള ദൈവത്തിൻ്റെ കൽഭരണികളുടെ ഒരു സുവിശേഷത്തിൻ്റെ സദസ്സാണ്. നിങ്ങളുടെ കണ്ണുനീരുകൾ കോരിയെടുക്കാൻ ഇവിടുത്തെ വചന ശുശ്രൂഷകളിലൂടെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ശക്തിയാണ്, ദൈവത്തിൻ്റെ വചനം സൗഖ്യമാണ്. അവസാനമായിട്ട് ഞാൻ പറയും, ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ തുടർച്ചയായ പ്രേക്ഷിത പ്രവർത്തനമാണ്. ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നിടത്തൊക്കെ തന്നെ ദൈവത്തിൻ്റെ ദൗത്യം ഞാനും നിങ്ങളും തുടരുകയാണ്. കർത്താവ് സ്വർഗത്തിലേക്ക് കരകയറുന്നതിന് മുൻപ് ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും. നിങ്ങൾ ജെറൂസലം വിട്ടു പോകരുത്, നിങ്ങൾ സഹിയോൻ ഊട്ടുശാലയിലെ പ്രാർത്ഥിക്കണം. പന്തക്കുസ്തായിലെ
കർത്താവിൻ്റെ ആത്മാവ് വരും. പന്തക്കുസ്തായിലെ ആത്മാവിനെ സ്വീകരിച്ച ശേഷം കതക് തുറന്ന് ശിഷ്യന്മാർ പുറത്തിറങ്ങിയതാണ് സഭയുടെ ആദ്യത്തെ സുവിശേഷ പ്രഘോഷണം. അതുകൊണ്ട് തന്നെ ഈ സുവിശേഷ കൺവെൻഷൻ, ഈ പന്തലെ പന്തക്കുസ്തായുടെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു കൂടിവരവാണെന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇത് വെറുതെ വചനം കേട്ട്, കഥ കേട്ട്, പാട്ടുപാടി തിരിച്ചു പോകുന്ന ഒരു വേളയല്ല. ദൈവം നമ്മോട് സംസാരിക്കാൻ ദൈവത്തിൻ്റെ ദാസന്മാരെ ഉപയോഗിക്കുന്ന വേളയാണ്. വളരെ പ്രഗത്ഭരായിട്ടുള്ള സുവിശേഷ പ്രഘോഷകർ കണ്ടെത്തി. നിങ്ങൾ ഇന്ന് നാളെയും ദിവസങ്ങളിൽ ഇവിടെ കൊണ്ടുവരികയാണ്. അവർ പറയുന്ന വചനങ്ങളെല്ലാം തന്നെ ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ തുടർച്ചയാണ്. അത് സൗഖ്യം നൽകുന്ന വചനത്തിൻ്റെ തുടർച്ചയാണ്. ആ വചനം എൻ്റെയും നിങ്ങളുടെയും ജീവിതം കൊണ്ട് തെളിയിക്കാൻ നമുക്ക് കാരണമാകട്ടെ. പ്രിയമുള്ളവരെ, സുവിശേഷ പ്രഘോഷണം എന്ന് പറയുമ്പോൾ വടക്കേ ഇന്ത്യയിലേക്ക് പോകുന്നതും ആഫ്രിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കൊക്കെ പോകുന്നതാണെന്ന് നമ്മൾ വിചാരിക്കരുത്. ഞാനും നിങ്ങളും ജീവിക്കുന്ന സാഹചര്യങ്ങളിലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ സുവിശേഷം പ്രസംഗിക്കാൻ നമുക്ക് സാധിക്കും. ഞാനൊരു അനുഭവം പലയിടത്തും പറയുന്നതാണ്. ഞാൻ ഒരിക്കൽ ട്രെയിനിലൂടെ യാത്ര ചെയ്യുമ്പോഴും എൻ്റെ TTR, എൻ്റെ ടിക്കറ്റ് എല്ലാം ചെക്ക് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഊഴം എല്ലായിടത്തും എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചെൻ്റെ കയ്യിൽ വന്നു. ഞാനൊരു വൈദികനാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം എൻ്റെ കയ്യിലൊരു സ്ലിപ്പ് തന്നു. ആ സ്ലിപ്പിൽ അദ്ദേഹത്തിൻ്റെ പേരും അഡ്രസ്സുമാണ് ഞാൻ കരുതിയത്. പക്ഷേ ഞാൻ ആ സ്ലിപ്പ് വായിച്ചപ്പോൾ അതിൽ 3 കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. God loves you. God has saved you. Believe in Jesus Christ. You and your family will be saved. ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ ഇതെന്താണ്? ഞാൻ ടിക്കറ്റ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ തീവണ്ടിയിൽ പോകുന്ന എല്ലാവർക്കും ഈ കാർഡ് കൊടുക്കും. എൻ്റെ ഫോൺ നമ്പർ അതിലുണ്ട്. ഞാൻ ആരെയും മാനസാന്തരപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഈ കാർഡ് കണ്ട പലരും പിന്നീട് എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ അവർക്ക് വഴികൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം ഈ ശുശ്രൂഷയിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം എന്നോട് പറഞ്ഞു, മൈ പ്രൊഫഷൻ ഈസ് മൈ മിഷൻ. മൈ പ്രൊഫഷൻ ഈസ് മൈ മിഷൻ. ഞാൻ ഒരു ടിക്കറ്റ് ചെക്കറാണ്. എൻ്റെ ജോലിയിൽ ദൈവം എനിക്ക് നൽകിയൊരു അവസരമുണ്ട് ധാരാളം ആളുകളെ കണ്ടുമുട്ടാൻ. ഞാൻ അവരോടെല്ലാം കർത്താവിലെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഈ കാർഡ് കൊടുത്തിട്ടുണ്ട്. ഫാദറെ, പലരും എന്നെ വിളിച്ചിട്ടുണ്ട്, പലരെയും ഞാൻ സഹായിച്ചിട്ടുണ്ട്, പലർക്കും ഞാൻ കർത്താവിൻ്റെ വിശ്വാസം കൊടുക്കാൻ കാരണമായിട്ടുണ്ട്. ഇവിടെ ആയിരിക്കുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുണ്ട്, യുവർ പ്രൊഫഷൻ ഈസ് ദ വേ ഗോഡ് ഹാസ് ഗിവൺ യു ടു ടെൽ പീപ്പിൾ ജീസസ് ക്യാൻ സേവ് യു. ഡോക്ടർമാരുണ്ടാകാം, നഴ്സുമാരുണ്ടാകാം, ഇവിടെ എൻജിനീയർമാരുണ്ടാകാം, ഇവിടെ അധ്യാപകരുണ്ടാകാം. എല്ലാവരോടും എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ മൈക്ക് കെട്ടി പ്രസംഗിച്ചിട്ട് ആരെയും മാനസാന്തരപ്പെടുത്തണ്ട. അങ്ങനെ സാധ്യതയുള്ളവർ ചെയ്യട്ടെ. പക്ഷെ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ നിങ്ങളുടെ ജോലിയിലൂടെ കർത്താവിനെ പ്രഘോഷിക്കാൻ നിങ്ങൾക്ക് കഴിയണം. എന്നെ ഏറ്റവും കൂടുതൽ ഹൈസ്കൂൾ പഠനകാലത്ത് ശിക്ഷിച്ചിട്ടുള്ള ഒരു അധ്യാപകനുണ്ട്. കണക്ക് പഠിപ്പിച്ച മാഷാണ്. അന്ന് കണക്കിൻ്റെ പട്ടിക ചോദിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. ഇന്നൊന്നുമില്ല. ഇന്നൊക്കെ അതെല്ലാം കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കുമായിരുന്നു. പട്ടം വന്നപ്പോഴേ എൻ്റെ അമ്മ പറഞ്ഞു, നീ അദ്ദേഹത്തെ പോയി ഒന്ന് ക്ഷണിക്കുന്നത് നല്ലതാണ്.
ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, എടാ ഞാൻ നിന്നെ ഒരുപാട് തല്ലിയിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, ഇനി ഒന്നും മറന്നുപോയിട്ടില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്കെന്നോട് പരിഭവമുണ്ടോ? എനിക്ക് പരിഭവമൊക്കെ തോന്നിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എടാ കണക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിന്നെ തല്ലിയത്, ശരിയാണ്, പക്ഷെ കണക്ക് തെറ്റാതെ നീ ജീവിക്കണം. നീ ഇന്നൊരു വൈദികനാകാൻ പോകുന്നു, അതിൻ്റെ ക്ഷണക്കത്തുമായിട്ട് എൻ്റെ അടുക്ക വരുമ്പോൾ എൻ്റെ മനസ്സിലെ ഒരു ചിന്തയുണ്ട്, എൻ്റെ മനസ്സിലെ ഒരു വലിയ ചക്രവാളമുണ്ട്. ഞാൻ നിന്നെ പ്രത്യേകമായി പരിഗണിച്ചത് നിനക്ക് പ്രയോജനപ്പെട്ടു. നീ ഒരു വൈദികനാൻ പോകുമ്പോൾ എനിക്ക് നിൻ്റെ കുടുംബത്തിലെ കാരണവന്മാരെക്കാൾ കൂടുതൽ സന്തോഷമുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, ഈ പ്രഘോഷണം എന്ന് പറയുന്നത് നമ്മൾ ഹാള് കെട്ടി സ്റ്റേജ് കണ്ടെത്തി അവിടെ നിന്ന് നിങ്ങളോട് പറയുന്നത് മാത്രമാകരുത്. തീർച്ചയായിട്ടും അത് ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളായിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ദൗത്യ നിർവഹണങ്ങളിൽ കർത്താവിനെ മറ്റുള്ളവരറിയത്തക്ക വിധത്തിൽ, കർത്താവിനെ കാണിച്ചു കൊടുക്കത്തക്ക വിധത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ദൈവാനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുന്നു. യാക്കോബായ സുറിയാനി സഭയുടെ വലിയ കൂട്ടിൽ ഞങ്ങൾ കൂടെയുണ്ടെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങളോടൊത്ത് ഞങ്ങളും ഒരു എക്സ്ട്രാ മൈൽ സഞ്ചരിക്കാൻ തയ്യാറാണെന്ന് പരസ്യമായിട്ട് നിങ്ങളെ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ കൺവെൻഷൻ എളിയവനും ബലഹീനനുമായി ഞാൻ ആരംഭിച്ചതായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട അറിയിക്കുന്നു. നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.